ലോകകപ്പ് ഫൈനലിന്റെ ആവേശത്തിലേക്ക് സ്പെയിൻ ദേശീയ ഫുട്ബോൾ ടീം ചുവടുവെക്കുമ്പോൾ തന്റെ വിജയങ്ങൾക്ക് പിന്നിലെ പ്രാർത്ഥനയെയും വിശ്വാസത്തെയും കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പരിശീലകൻ ലൂയിസ് ഡി ലാ ഫ്യൂൻഡെ. ഫ്രാൻസിനെതിരായ നിർണായക സെമി ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷമകരമായ ഘട്ടങ്ങളിലും ദൈവത്തോടുള്ള തന്റെ ആഴമേറിയ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. പ്രാർത്ഥന എന്നത് മത്സരങ്ങൾ ജയിക്കാനുള്ള ഒരു ഭാഗ്യചിഹ്നമോ അന്ധവിശ്വാസമോ അല്ല, മറിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ദൈവത്തോട് നന്ദി പറയാനുള്ള വഴിയാണെന്ന് ഡി ലാ ഫ്യൂൻഡെ അടിവരയിട്ട് പറയുന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ അത് ലോകകപ്പ് കളിക്കുന്നതുകൊണ്ടോ വിജയം നേടാൻ വേണ്ടിയോ അല്ല. ഓരോ ദിവസവും ഏറ്റവും സന്തോഷവാനായിരിക്കുമ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ജീവിതം ആസ്വദിക്കാൻ മറ്റൊരു ദിവസം കൂടി ലഭിച്ചല്ലോ എന്നതാണ് ഞാൻ സ്വയം ചിന്തിക്കുന്നത്. എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ പ്രാർത്ഥന എൻ്റെ ഒരു ശീലമാണ്. ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ തന്റെ ബോധ്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ താൻ ഒരിക്കലും മടിക്കാറില്ല. മത്സരങ്ങൾക്ക് മുമ്പ് താൻ കുരിശടയാളം വരയ്ക്കുന്നത് വെറുമൊരു അന്ധവിശ്വാസമല്ലെന്നും മറിച്ച് തന്റെ ഉള്ളിലെ സ്വാഭാവികമായ വിശ്വാസ പ്രകടനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിലൂടെ ലഭിച്ച മതപരമായ അറിവുകൾ മുതിർന്ന വ്യക്തിയായപ്പോൾ സ്വയം ബോധ്യത്തോടെയാണ് താൻ ഈ വിശ്വാസം സ്വീകരിച്ചതെന്നും കോച്ച് കൂട്ടിച്ചേർത്തു. മത്സരത്തിൽ ദൈവത്തോട് തന്റെ ടീം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് വളരെ ലളിതവും എന്നാൽ ചിന്തനീയവുമായ കാഴ്ചപ്പാടാണ് ഫ്യൂൻഡെയ്ക്കുള്ളത്. നമ്മുടെ എതിരാളികളെ സഹായിക്കാതെ എന്നെ മാത്രം വിജയിപ്പിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് അന്യായമാണ്. കളി ജയിക്കുന്നതിനേക്കാൾ ആരോഗ്യവും പോരാടാനുള്ള കരുത്തുമാണ് അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നത്. എനിക്ക് ആരോഗ്യം തരിക, ബാക്കി കാര്യങ്ങൾക്കായി പോരാടാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു യോദ്ധാവാണ്. ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് ഏത് പ്രതിസന്ധിയോടും പൊരുതാനാകും. സെവില്ലയിൽ എൽ കാച്ചറോ ക്രൂശിത രൂപത്തോടും തന്റെ ജന്മനാടായ ഹാരോയിലെ അവർ ലേഡി ഓഫ് ദി വേഗയോടും തനിക്കുള്ള പ്രത്യേക ഭക്തിയെക്കുറിച്ചും ഡി ലാ ഫ്യൂൻഡെ മാധ്യമങ്ങളോട് പങ്കുവച്ചു. കളിക്കളത്തിലെ തന്ത്രങ്ങൾക്കപ്പുറം സ്വന്തം ആത്മീയ ജ്ഞാനം കൂടിയാണ് ഈ സ്പാനിഷ് പരിശീലകനെ നയിക്കുന്നത്.